ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വൈക്കം നഗരത്തിലേക്ക് എത്തിച്ചേരുവാൻ വളരെ എളുപ്പമുണ്ട്. എറണാകുളത്ത് നിന്ന് വൈറ്റില വഴി ബസ് മാർഗം അല്ലലും അലട്ടുമില്ലാതെ വൈക്കത്ത് എത്തിച്ചേരാം. ട്രാഫിക് ഇല്ലാത്ത സമയമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ദൂരം കവർ ചെയ്യാവുന്നതാണ്. വൈറ്റില കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയും പിന്നീട് ഉദയംപേരൂറും പൂത്തോട്ടയും ചെമ്പും കഴിഞ്ഞാൽ കുലശേഖരപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം ടോളിൽ എത്തിച്ചേരാൻ പറ്റും. താമസിയാതെ വൈക്കം വലിയ കവലയിൽ എത്തിച്ചേരുന്നു. ശ്രീ ടി കെ മാധവൻ്റെ ഒരു പ്രതിമ ഇവിടെയുണ്ട്. അതുപോലെ മന്നത്ത് പത്മനാഭൻ്റെയും പ്രതിമയുണ്ട്. തന്തൈ പെരിയാർ മെമ്മോറിയലും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. MGR ആൻഡ് ജാനകി രാമചന്ദ്രൻ സ്റ്റാച്യൂസും ഇവിടെ കാണുവാൻ പറ്റും. വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കരിയിൽ കഫേ എന്ന മനോഹരമായ ചെറിയ റെസ്റ്റോറൻ്റാണ്. നല്ല രുചിയുള്ള ദോശയും ചട്നിയും ഇവിടെ കിട്ടും. അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ബ്രാഞ്ചും വൈക്കത്തുണ്ട്. വിശാലമായ ഒരു KSRTC ബസ് സ്റ്റേഷൻ വൈക്കത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് ധാരാളം ഭക്തന്മാർ ഇവിടെ എത്തുന്നതുകൊണ്ട് KSRTCക്ക് നല്ല വരുമാനം ഈ സെക്ടറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തോട് അടുത്താണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥാനം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്പലത്തിലേക്കുള്ള റോഡിൽ 2 വശവും ധാരാളം സ്റ്റാളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. മധുരപലഹാരങ്ങളും കുട്ടികൾക്കുള്ള കളിക്കോപ്പുകളും വസ്ത്രങ്ങളുമാണ് കൂടുതലായി ഇവിടെ വിൽക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തന്മാർ എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് വമ്പിച്ച കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. മലബാർ മാഗസിൻ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അതിരാവിലെ ആയതുകൊണ്ട് പല കടകളും തുറന്നിരുന്നില്ല. കോട്ടയം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് വൈക്കം. കോട്ടയത്ത് നിന്ന് 33 കിലോമീറ്റർ വടക്ക് മാറിയാണ് വൈക്കത്തിൻ്റെ സ്ഥാനം. ഏകദേശം 23,000 ആളുകൾ വൈക്കം മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമാണ് ഭൂരിഭാഗം ആളുകളും താമസിക്കുന്നത്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 2600ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ജനസാന്ദ്രതയുടെ 3 ഇരട്ടിയാണ് വൈക്കം നഗരത്തിലെ ജനസാന്ദ്രത. വേമ്പനാട്ട് കായലിൻ്റെ കരയിലാണ് വൈക്കം നഗരം സ്ഥാപിച്ചിട്ടുള്ളത്. നഗരത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയാണ് വേമ്പനാട്ട് കായൽ. കായൽക്കരയിൽ ബോട്ട് ജെട്ടിയും KTDC റെസ്റ്റോറൻറ്റുമുണ്ട്. മൂവാറ്റുപുഴ നദി വൈക്കത്തിനടുത്ത് വേമ്പനാട്ട് കായലുമായി ലയിച്ചു ചേരുന്നു. മൂവാറ്റുപുഴ നദിയുടെ ധാരാളം പോഷക നദികൾ വൈക്കത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒഴുകുന്നുണ്ട്. കുമരകം പോലെയുള്ള അറിയപ്പെടുന്ന ടൂറിസം ഡെസ്റ്റിനേഷൻസ് വൈക്കത്തിൻ്റെ തൊട്ടടുത്താണ്. എറണാകുളം നഗരത്തോടുള്ള സാമീപ്യവും വൈക്കത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് 32 കിലോമീറ്ററും ആലപ്പുഴയിലേക്ക് തുല്യ ദൂരവുമാണ് ഉള്ളത്. വൈക്കത്തെ മഹാദേവ ക്ഷേത്രം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഹിന്ദു ആരാധനാലയമാണ്. വൈക്കം ശിവക്ഷേത്രമെന്നും തെക്കൻ കാശി എന്നും അറിയപ്പെടുന്നു. നവംബർ മാസത്തിൽ ഇവിടെ വൈക്കം അഷ്ടമി ആഘോഷം നടക്കാറുണ്ട്. പണ്ടുകാലത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിൽ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതിനെതിരായി വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വൈക്കം പട്ടണം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ കാരണമായത്. പരമ്പരാഗതമായി ഇവിടെയുള്ളവർ നെൽകൃഷിയും തെങ്ങിൻ തോട്ടങ്ങളുമായി ഉപജീവനം നടത്തുന്നവരാണ്. മത്സ്യബന്ധനവുമുണ്ട്. അടുത്ത കാലത്തായി കുരുമുളകും ലാറ്റക്സും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ടൂറിസത്തിൻ്റെ പ്രാധാന്യവും വർദ്ധിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയിലും കുറേയധികം ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ധാരാളം ചെറുപ്പക്കാർ സോഫ്റ്റ്വെയർ മേഖലയിലും വർക്ക് ചെയ്യുന്നു. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളാണ് വൈക്കത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ് മേഖലയിലേക്ക് തിരിയുവാൻ അധികം ആളുകൾക്കും താല്പര്യമില്ല. സർക്കാർ ജോലി അല്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലും കിട്ടുന്ന ജോലികൾ, ഇതിലൊക്കെയാണ് നാട്ടുകാർക്ക് താല്പര്യം. കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുവാൻ രക്ഷിതാക്കൾ പ്രത്യേകം താല്പര്യം കാണിക്കുന്നു. ആശീർവാദ് ട്യൂഷൻ സെൻറ്റർ പോലെയുള്ള മികച്ച കോച്ചിങ് സെൻറ്ററുകളും വൈക്കത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. സ്വന്തമായി ബിസിനസ് നടത്തുന്ന വിദ്യാഭ്യാസത്തിൽ താല്പര്യമില്ലാത്ത ഒരു തലമുറ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വ്യാപാര മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കുവാൻ വൈക്കം നഗരത്തിന് സാധിച്ചിട്ടില്ല. വൈക്കം പട്ടണത്തിൽ 85% ഹിന്ദുക്കളും 12% ക്രിസ്ത്യാനികളും 3% മുസ്ലിങ്ങളും താമസിക്കുന്നു. വിവിധ മതസ്ഥർ തമ്മിൽ നല്ല സൗഹാർദ്ദമുള്ള ഒരു പട്ടണമായി വൈക്കം അറിയപ്പെടുന്നു. 8 ഏക്കറോളം വരുന്ന ഒരു വലിയ ക്യാമ്പസിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ചുറ്റുവശത്തും ഉയരം കൂടിയ മതിൽക്കെട്ടുണ്ട്. മതിൽക്കെട്ടിന് ചുറ്റുമുള്ള റോഡുകളിൽ കൂടിയാണ് പണ്ടുകാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് നടക്കുവാൻ അനുവാദം ഇല്ലാതിരുന്നത്. എന്നാൽ ഇപ്പോൾ വമ്പിച്ച സാമുദായിക സമത്വം കൈവരിക്കുവാൻ വൈക്കം നഗരത്തിന് സാധിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി 2 നിലയുള്ള ഒരു വലിയ ഊട്ടുപുരയുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് പനച്ചിക്കൽ ഭഗവതിയും നാഗദൈവങ്ങളും സ്ഥിതി ചെയ്യുന്നു. വൈക്കത്തെ ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വൈകിട്ടും സന്ദർശിക്കുവാൻ ഭക്തന്മാർക്ക് വലിയ താല്പര്യമാണ്. പ്രഭാതത്തിൽ ജ്ഞാനപ്രദനായ ദക്ഷിണാമൂർത്തിയായി വൈക്കത്തപ്പൻ പ്രത്യക്ഷപ്പെടുന്നു.
മധ്യാഹ്നത്തിൽ അർജുനന്റെ അഹന്തമതാദികൾ തച്ചൊടിച്ച് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ച കിരാതമൂർത്തിയായും അവതരിക്കുന്നു. വൈകുന്നേരം പാർവതീ സമേതനായി പുത്രന്മാരായ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി സകല ദേവതാദികളാലും മുനിജനങ്ങളാലും സംപൂജ്യനായി വിരാജിക്കുന്ന മംഗളരൂപനായുമായി പ്രത്യക്ഷപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട് അന്നദാനമാണ്. ഇപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റായും ലഞ്ചായും നടന്നു വരുന്നു. പണ്ട് ബ്രാഹ്മണർക്ക് സദ്യ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധാരണക്കാർക്ക് സദ്യ കൊടുക്കാറുള്ളൂ. എന്നാൽ ഇപ്പോഴങ്ങനെയുള്ള വിവേചനം ഇവിടെ കാണിക്കാറില്ല. ഇവിടെയുള്ള മറ്റു വഴിപാടുകൾ സഹസ്രകലശം, ദ്രവ്യകലശം, 1000 കലശം, 1000 കുടം, ക്ഷീരധാര, ആലുവിളക്ക് എന്നിവയൊക്കെയാണ്. വൈക്കം ക്ഷേത്രത്തിലെ പ്രസാദം വലിയ അടുക്കളയിലെ ചാരമാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന വൈക്കത്തഷ്ടമി മഹോത്സവം ഇവിടെയുണ്ട്. കൊടിയേറ്റം കഴിഞ്ഞാൽ സന്ധ്യവേല എന്ന ചടങ്ങും പിന്നീട് അഷ്ടമി ദിവസം 108 പറ അരി കൊണ്ടുള്ള സദ്യയും ഇവിടെ നടത്താറുണ്ട്. അഷ്ടമി ദിവസം രാത്രിയിലാണ് അഷ്ടമി വിളക്ക് ചടങ്ങ്. അഷ്ടമിയുടെ പിറ്റേ ദിവസം രാത്രിയിൽ ആറാട്ടും നടത്തുന്നു. 12 വർഷം കൂടുമ്പോൾ ഇവിടെ വടക്കുപുറത്ത് പാട്ട് എന്ന ഉത്സവം നടത്താറുണ്ട്. ഇതൊരു മഹോത്സവമാണ്. നെടുമ്പുരയിൽ ഭദ്രകാളിയുടെ കളമെഴുതി 12 ദിവസം പാട്ടും മറ്റ് ചടങ്ങുകളും ഇവിടെ നടത്തുന്നു. പ്രത്യേകം തയ്യാറാക്കിയ തറയിൽ പലവർണ്ണ പൊടികൾ കൊണ്ടാണ് ഭദ്രകാളിയുടെ രൂപം ആലേഖനം ചെയ്യുന്നത്. ആദ്യ ദിവസം 8 കൈകളോട് കൂടിയ ഭഗവതിയെയാണ് കളത്തിൽ വരക്കുക. പിന്നീടുള്ള ഓരോ ദിവസവും കൈകളുടെ എണ്ണം കൂട്ടി വരക്കും. 12-ാം ദിവസമാകുമ്പോൾ 64 കൈകളിലും ആയുധങ്ങളുമായി വേതാളത്തിന്റെ പുറത്തേറി വരുന്ന ഭഗവതിയുടെ കളമാണ് വരക്കുന്നത്. ഈ ഉത്സവത്തിന്റെ പുറകിൽ പൗരാണികമായ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് വൈക്കം ദേശത്ത് വസൂരി രോഗം പടർന്നു പിടിച്ച് ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടി. തുടർന്ന് നാട്ടുകാർ ദൈവജ്ഞനെ വരുത്തി പ്രശ്നം വെച്ചതിന്റെ പരിഹാരാർത്ഥം 41 ദിവസത്തെ ഭജനത്തിനായി ഏതാനും പേർ കൊടുങ്ങല്ലൂർക്ക് പോവുകയും ശ്രീ കുരുമ്പക്കാവിൽ ഭജനം ഇരിക്കുകയും ചെയ്തു. ഭജനം കൂടുന്നതിന്റെ തലേ ദിവസം നാട്ടുകാരിൽ പ്രധാനിക്ക് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി. എന്നെ ഉദ്ദേശിച്ച് മതിലിന്റെ അകത്ത് 12 ദിവസം കളമെഴുത്തും പാട്ടും നടത്തണം. നാം അത്യന്തം സംപ്രീതയായിരിക്കുന്നു. ഈ പാട്ട് നടത്തുന്ന കാലഘട്ടത്തിൽ തന്റെ പൂർണ്ണ സാന്നിധ്യം അവിടെ ഉണ്ടാകും. സർവമംഗളങ്ങളും ഭവിക്കും എന്നൊക്കെ ദേവി അരുളി ചെയ്തു. പിറ്റേന്ന് ഭജനകാലം കൂടുന്ന ദിവസം ക്ഷേത്രത്തിലെ കോമരം ഉറഞ്ഞു തുള്ളി. സ്വപ്നദർശനത്തിൽ കണ്ടതൊക്കെ ശരിയാണെന്നും അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ശുഭം വരുമെന്നും കോമരം പറഞ്ഞു. അതോടുകൂടി നാട്ടാർ വൈക്കത്തേക്ക് മടങ്ങുകയും ഗംഭീരമായി വടക്ക് പുറത്ത് പാട്ട് നടത്തുകയും അതിന്റെ ഫലമായി നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മഹാത്മാഗാന്ധി രണ്ടാമതായി കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചാണ്. ഗാന്ധിജി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. അദ്ദേഹം സവർണ ഹിന്ദുക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും സത്യാഗ്രഹം പുനരാരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം താഴ്ന്ന ജാതിക്കാർ തിരുവനന്തപുരത്ത് ഒരു വമ്പിച്ച പ്രകടനം നടക്കുകയും അത് നഗരത്തെ പിടിച്ചുകുലുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഗാന്ധി രണ്ടാമതും കേരളത്തിലെത്തിയത്. അദ്ദേഹം വൈക്കത്തെത്തുകയും സത്യാഗ്രഹികളോട് ചേർന്ന് പ്രഭാത ഭജനയിൽ പങ്കെടുക്കുകയും ചെയ്തു. വർക്കല കൊട്ടാരത്തിലെത്തിയ അദ്ദേഹം തിരുവിതാംകൂർ റീജന്റ് റാണി സേതുലക്ഷ്മി ബായിയുമായും ദിവാനുമായും ചർച്ച നടത്തി. അതിന്റെ ഫലമായി വൈക്കം ക്ഷേത്ര നിരത്തുകൾ പൊതുജനങ്ങൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. 603 ദിവസം നീണ്ടുനിന്ന അയിത്തത്തിനെതിരായ സമരം അങ്ങനെ വിജയകരമായി പര്യവസിച്ചു. അറിയപ്പെടുന്ന പല പ്രമുഖ വ്യക്തികളും വൈക്കം സ്വദേശികളാണ്. സഖാവ് പി കൃഷ്ണപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം വിശ്വൻ, നടൻ മമ്മൂട്ടി, വൈക്കം ചന്ദ്രശേഖരൻ നായർ, വൈക്കം മണി, വൈക്കം വിജയലക്ഷ്മി, ബിനോയ് വിശ്വം, ടി കെ ജോൺ എന്നിവരൊക്കെ വൈക്കം സ്വദേശികളാണ്. ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകളും വൈക്കത്ത് ലഭ്യമാണ്. ക്ഷേത്രത്തിനടുത്ത് അമൃത ലോഡ്ജ് 1000 രൂപയ്ക്ക് ഡബിൾ റൂമുകൾ കൊടുക്കുന്നു. അതുപോലെ വൈക്കത്തപ്പൻ ലോഡ്ജ് 500 രൂപയ്ക്ക് സിംഗിൾ റൂമുകൾ കൊടുക്കുന്നു.